റെട്രോ കാർത്തിക് സുബരാജിന്റെ സൂര്യയുടെ ഏറ്റവും പുതിയ ഫിലിം കണ്ടു. ആസ് തമിഴ് സിനിമയിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി, ഒരു ഗ്രാമം, സൂര്യ ജനിക്കുന്നതിനുള്ള ഒരു പർപ്പസ്, അതുപോലെ അതിന്റെ പാസ്റ്റ്, പിന്നെ അത്യാവശ്യം ഗുണ്ടായിസം, പ്രണയം എന്നുള്ള രീതിയിലുള്ള ഒരു കഥ. ഒരു പ്രാവശ്യം കണ്ടിരിക്കാം. 1950 മുതൽ 80 കാലഘട്ടത്തിൽ നടന്നിരുന്ന ചില ചരിത്ര കഥകളുടെ ഭാഗവും അന്നത്തെ ചില കളികളും നമ്മളുടെ ബ്രിട്ടീഷ് സമയമുള്ള കാലത്തേക്കുള്ള ചില കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. വൺ ടൈം വാച്ചിങ് ആണ്. ഡിഗ്രേഡിങ് ചെയ്യുന്ന രീതിയിൽ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. എന്നാലോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അത്തരത്തിലുള്ള അഭിപ്രായം എനിക്കില്ല. ഞാൻ എൻ്റെ ഇഷ്ടം പറയുന്നു. എനിക്ക് കണ്ടു. പുള്ളിയുടെ സ്റ്റൈലും ആക്ഷൻസും പ്രത്യേകിച്ച് ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം മൂവി തുടക്കം മുതൽ അവസാനം വരെ പല രീതിയിലും ഫൈറ്റാണ്. പിന്നെ ജോജു ജോർജിന്റെ കാര്യം പറയണ്ട, വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു സമയത്ത് പാട്ടില്ലാത്ത സിനിമകളായിരുന്നു ഇപ്പോൾ 2-3 ഇത് കണ്ടിരുന്നത്. ഇപ്പോൾ പാട്ടുള്ള ഒരു സിനിമ കണ്ടു. എന്തായാലും വലിയ ഹോപ്പ് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരാശയാവും. ഒരു പ്രാവശ്യം കാണാം. സൂര്യയുടെ ഫിലിം അല്ല, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് സൂര്യയുടെ ഫിലിം കാണാൻ ആഗ്രഹമുള്ളവർക്കൊന്ന് കാണാം. എന്തായാലും രസമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈപ്പും സ്റ്റോറിയും വലിയൊരു സംഭവം പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ നീങ്ങാത്തൊരു ഫീല് ഉണ്ടാവും. ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് സിനിമ നീങ്ങാത്തൊരു ഫീല് വരും. അപ്പോൾ വൺ ടൈം വാച്ചിങ് ആണ്, കാണാം. സജസ്റ്റും ചെയ്യുന്നില്ല, ഡിഗ്രേഡും ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ഒരു മൂവിയാണ് റെട്രോ. ഫൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അത്ര എനിക്ക് പറയണം.